തൊഴി വെച്ചെന്നുണ്ട്. അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാറങ്ങൾ വന്ന് മുമ്പിൽ പെടും. ബുക്കിനെ ഓടിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടില്ല അസത്തും. നോമെന്ന് അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോതപ്പെട്ടൊരു കുത്തിയാൻ വെച്ചു. ഓടി വന്നു എടി പോകാൻ. ഇവിടെ നിന്നെ തന്നെ കരുത എവിടെ വരാൻ? എന്താ 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 നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ? കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞയക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു മാപ്പ്. മുത്തശ്ശി മാപ്പ് പറഞ്ഞു? എന്ത് പിണ്ണാക്കിനെ? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദ ഇല്ലാതെ പെരുമാറിയതിന്. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നോ നിനക്ക്? എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി? ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ടാ. ഇതേതാ ഈ ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞുമുട്ടെന്ന് ആരെങ്കിലും വന്നേ. ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്. ആര്? ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം. അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ആ, അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേക്ക്. അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ. ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. സാരിപ്പോ കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അമ്മേ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്താ ഈ പറയുന്നത്? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റോ ഇതറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവും ഇവൾക്ക്. ഞാൻ പോണു. മേയാൻ വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല. അതിനെ തേടി പുറപ്പെട്ടതാ. മണിയേട്ടന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല മോളെ, അതോർത്ത് ആദ്യ പിടിച്ചിരിക്കാൻ. അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന്? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അവൻ എന്തു പറ്റിയോ ആവും. ഓ, എന്തു പറ്റാനാ? ഏട്ടന് പണിത്തിരക്കാവും. വാ, നീ കയറിയിരിക്കെ. വേണ്ട, ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ. ഓടല്ലേ, നിക്ക്, നിക്കാൻ. വാടി. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. കണ്ടിലും മൂക്കിലും ഒക്കെ ചെളിയാ. ഇവിടെയെങ്ങും നല്ല വെള്ളമില്ല. പുഴ വരെ പോണം. എവിടേക്കാ ഈ ചെളിത്താനം കൊണ്ട്? ഇതെന്തു കോലം? ആ ചെളിക്കകത്ത് എന്തുവാ? നല്ല കരടിയോ? കരടിക്കിറങ്ങാൻ പറ്റാണോ? ഇനി ഒരു ചെണ്ടയുടെ കുറവേ ഉള്ളൂ. കടുവാകളിക്കാരനെ പോലുണ്ട്. ആരാടാ കടുവന്ന് വിളിച്ചത്? ആരാടാ തെണ്ടി? ചുണയുണ്ടോ? ഒന്നുകൂടെ വിളിക്കടാ.
വിളിക്കണം. എടാ, വിളിക്കാൻ. ആരാടാ തെണ്ടി കിടന്ന് വിളിച്ചത്? എടാ, ആരാണെന്ന്? ഓ, നീ ആർക്കടാ വേണ്ടത്? ആർക്കടാ വേണ്ടത്? ആ, ചെളി വേണമെന്ന് പറഞ്ഞ് കളിയാക്കും. ആരാരും കളി വീഴും. ആ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുവന്ന് വിചാരിച്ചാ മതി. പോട്ടെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അങ്ങനെയും പറയാം. ദിവസവും കാലത്ത് തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന കന്ന് കണക്ക് നാട് മുഴുവൻ വേഗം വിട്ടിട്ടല്ലേ, അല്ലാതെ വീട്ടിനകത്തിരുന്ന് ഇതുവരെ സംഭവിക്കുമായിരുന്നോ? അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ആരുടെ ചെവിയിലിട്ട് വീഴ്ത്തൂല്ല. നീ ആരടാ അവളെ ഗുണദോഷിക്കാൻ? അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ. ആ ദേ കേളം വന്നല്ലോ. കേളനോട് ചോദിച്ചാ സത്യം അറിയാം. എന്താ കേളം ഉണ്ടായത്? ഒരബദ്ധം പറ്റിയതാ. ഒന്ന് പൊട്ടിച്ചു അല്ലേ? വേണമെന്ന് വെച്ചല്ല. അപ്പൊ ഇവള് പറഞ്ഞത് സത്യവാ. തെറ്റുപറ്റിയതിൽ ക്ഷമിക്കണം. എന്തിന്? കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി. കയറ് ചുറ്റി പിടിച്ചു നിന്നപ്പോ ഇവള് ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവെന്ന്? അങ്ങനല്ല. വിഷമിക്കാനൊന്നുമില്ല. മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ. ഒരു പല്ലു വൽപ്പ് കളയിട്ടുണ്ട് അല്ലേ? കേളൻ ഇരിക്കെ. എടാ കുഞ്ഞൂട്ടാ ഒരു തടുക്കെടുത്തിട്ട് കൊടുത്തേ. അല്ല, ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് കയറിയതാ. ഇരിക്കുന്നില്ല. സാർ ശിക്കാരന് ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന് ഒടിവെച്ച വല്ല കാക്കയും കൊക്കിനൊക്കെ കിട്ടൂ. നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം. താൻ വരുവോ? ഞാനോ? ഞാൻ ഫ്രീ അല്ലേ? ഇവിടെ കുറച്ച് ജോലിയൊക്കെ. എന്ത് ജോലി? അതെ, ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അഖണ്ഡ ഭക്ഷണ യജ്ഞം. അതൊരു നല്ല ജോലിയാണ്. കേളന് കാട്ടി പോയ പോരെ, വഴി ഉണ്ടാക്കാന്ന്. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അന്വേഷണമുക്കി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും. കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളുകൾ വരില്ലേ, അവർക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞയും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമി. എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ, നല്ല ശേലല്ലേ. കാട്ടുമകം കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി. ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശിവേന്ന് രാജകുമാരൻ വരും. ആ വരും. വരും. ആ മരംകോട മണികണ്ഠനല്ലേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. ആച്ചമ്മേ, ഈ ചെറിയ കെട്ടണ്ട, വേണ്ട. ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല. എന്നെ ഇതിന് വെറുതെ വലിച്ചതിന്. സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തോന്ന് പറഞ്ഞാ മതി. കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു. മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോണു. അവിടെ നിക്കടാ, അവിടെ നിക്കാൻ. മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ. കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. അതയാളുടെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ, സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ,
അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി, രണ്ട് പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നും, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നെ തിന്നും. എന്റെ അമ്മേ, ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തൊട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കും അല്ലേ ഒരു വെടിക്ക് രണ്ട് പുലിന്ന് പറയുന്നേ? ഓ, കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട. കാട്ടാന മലയിറങ്ങണ നേരാ. ഒരു ഒറ്റയാനെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ 3 ആളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്? മർമ്മം നോക്കി കീറും ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ, ഒറ്റയാനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചളചളാന്ന് നാക്കിട്ടടിച്ചോണ്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്. എരണം കെട്ടത് കൂടെ വന്ന ഒരു കൂറ പോലും കിട്ടുകയില്ല. കാട്ടാനയുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. അതെ, അറിയാനേ അങ്ങോട്ട് നടക്കാനേ. ഇതാ കോമന്നാരുടെ ആനയാ. കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞു തുറച്ചുകൂടായിരുന്നു. അതല്ലേ പറയാൻ വന്നത്. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണം. എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. ആര്? ആരാച്ചാര്. മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യം ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കുക. അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവള് കാണിച്ചത്. അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണുപോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതെ ഷൺമുഖ, ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവം പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്തൊരൊറ്റ ആളേ ഉള്ളൂ. ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട. കേറി തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം. അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ.
എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി? ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. വണ്ടി എടുക്ക്. വരണ്ടോ? ഏയ് ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? ആ അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. സാറിന്റെ കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ, പട്ടാളം പോയിട്ടില്ല? പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. ആരാടിയാ നിൽക്കുന്നത്? എന്തൊരു സ്റ്റൈല്, സിനിമാ നടന്മാരുടെ സ്റ്റൈലുണ്ടല്ലേ. നല്ല ചേർച്ച. ലൈറ്റ് ഇടണം. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്കുവാകാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. പണം തുടങ്ങും.